ഈ സീസണിൽ ഒരുപാട് മാങ്ങ പഴുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും മാങ്ങ ഇത് ആദ്യമായിട്ട് പഴുക്കാൻ വെക്കുന്നത് കൊണ്ട് ഈ മാങ്ങയുടെ നിറം വലിയ നിറം വരുന്ന മാങ്ങയല്ലെന്ന് അറിയാമായിരുന്നു. കാരണം കഴിഞ്ഞ സീസണിൽ പഴുക്കാനായിട്ട് കുറച്ച് മാങ്ങ വെച്ചിട്ടുണ്ടായിരുന്നു, 1-2 എണ്ണം. ഈ സീസണിൽ ഒരുപാട് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ബൈൻഡിനകത്ത് ഇത് പഴുക്കാനായിട്ട് വെച്ചു. പക്ഷേ എൻ്റെ നിറം വരട്ടെ, നിറം പഴുക്കുമ്പോൾ മഞ്ഞ നിറം വരട്ടെ എന്ന് വിചാരിച്ച് വെച്ച് ലാസ്റ്റ് ഇത് ഒരുപാട് പഴുത്തുപോയി. ഒരു 5-6 ദിവസം കൂടെ നേരത്തെ എടുക്കേണ്ടിയായിരുന്നു. ഇപ്പം പുളി ഒട്ടുമില്ല, മധുരം മാത്രം. ചിലർക്കൊക്കെ പക്ഷേ പുളിയോടുള്ള മധുരം ഇഷ്ടം. ഇനിയിപ്പം ഒട്ടും പുളിയില്ല. അപ്പം ഇത് ഇത്രയും ഉള്ളതുകൊണ്ട് ഞങ്ങൾ ജാം വെക്കാം, ഈ പ്രാവശ്യം കുറച്ച് ജാം വെക്കാം, പിന്നെ കുറച്ച് പൾപ്പ് ഉണക്കിയെടുക്കാം എന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പം അമ്മയോട് ഞങ്ങൾ പറയുമായിരുന്നു, ഞങ്ങൾക്ക് ആദ്യം കഴിക്കാൻ തന്നിട്ട് പിന്നെ നമുക്ക് ബാക്കിയുള്ള ജാം വെക്കാം. അനിയനാണെങ്കിൽ ഇത് ഉപ്പും മുളകും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റിങ്ങിലാണ്. കഴിഞ്ഞ സീസണിലൊന്നും ഞങ്ങൾക്ക് ഇത്രയും മാങ്ങയൊന്നും പഴുപ്പിക്കാൻ കിട്ടിയില്ലായിരുന്നു, 1-2 എണ്ണം മാത്രമേ കിട്ടിയുള്ളൂ. അപ്പം ആദ്യമായിട്ടാണ് ഇത്രയും മാങ്ങ ഒന്നിച്ച് ഞങ്ങൾക്ക് പഴുത്ത് കിട്ടുന്നത്. വീട്ടിൽ തന്നെ ഉണ്ടായ മാങ്ങ ആയതുകൊണ്ട് അറിയത്തില്ല, ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര മധുരം പോലെ തോന്നി വെളിയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിൽ. ഉപ്പും മുളക് പൊടിയുടെ ഒക്കെ കൂടെ കഴിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മടുക്കത്തില്ല, കാരണം ഇതിന് ഭയങ്കര മധുരമായതുകൊണ്ട് നമ്മളിത് പെട്ടെന്ന് ഒരു മാങ്ങയൊക്കെ ഒരാൾക്ക് കഷ്ടിച്ച് തിന്നാൻ പറ്റത്തുള്ളൂ, പഴുത്തത് നമ്മൾ മടുക്കും. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ കൂടെ ചേർത്ത് അമ്മ ഇളക്കി തന്നുകൊണ്ട് നമ്മളങ്ങനെ കുറേ കഴിക്കാൻ പറ്റി, മടുക്കത്തില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ മധുരം കാരണം നമുക്കൊരു ചെരിച്ചിലുണ്ടാവും, നമുക്ക് പിന്നെ കഴിക്കാൻ ഒരു മടി പോലെ വരും. പക്ഷെ സൂപ്പറായിരുന്നു. അനിയനാണെങ്കിൽ ഇതെങ്ങനെ കഴിക്കാനായിട്ട് ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. എന്നിട്ട് മതി ഇനി ജാമിനുള്ളതോ എന്തോ ആയിരിക്കുന്നത് നമ്മളോട് പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ ഏകദേശം ഒരു പ്ലേറ്റോളം ഞങ്ങൾ കഴിച്ചു. എന്തോ ഒരുപാട് വ്യത്യസ്തമായൊരു ടേസ്റ്റ് തോന്നി, കാരണം വെളിയിൽ നിന്ന് മേടിക്കുന്നതിനെക്കാട്ടിൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു മധുരം. പിന്നെ ബാക്കിയൊക്കെ ഉള്ള അമ്മ അരിഞ്ഞു വെച്ചു. അതിന് നമുക്ക് ജാറി ഇട്ട് അരച്ച് പിന്നെ ജാം ഉണ്ടാക്കാൻ എളുപ്പമാണ്, കുഞ്ഞു പീസായിട്ട് നമ്മൾ അരിഞ്ഞ് വെക്കുമ്പോൾ. അങ്ങനെ ഒരുപാട് സമയമെടുത്തു ഇതെല്ലാം കൂടെ അരിഞ്ഞ് നമ്മൾ എടുക്കാനായിട്ട്. പിന്നെ ഇതിൻ്റെ അണ്ടിയാണെങ്കിൽ മാങ്ങക്കറി വെക്കാമെന്ന് വിചാരിച്ചാലും ഇതിന് മധുരമായതുകൊണ്ട് നമുക്ക് ഒക്കത്തില്ല, കാരണം ഇച്ചിരി പുളിയുള്ളതേ മാങ്ങക്കറിക്ക് കൊള്ളത്തുള്ളൂ. പിന്നെ അങ്ങനെ അണ്ടിയെല്ലാം കുഴിച്ചിടാമെന്ന് വിചാരിച്ചു, കാരണം ഇങ്ങനെ അണ്ടി കുഴിച്ചിട്ടാണ് ഈ ബഡല്ല നാടൻ മാവ് തന്നെയാണ്. അപ്പം അത് മാറ്റി വെച്ചു. പിന്നെ കഴിഞ്ഞ ദിവസം കുറച്ച് അമ്മ അല്ലാതെ ഇതിൻ്റെ പഴുക്കാൻ വെക്കാത്ത മാങ്ങ പറിച്ചിട്ടുണ്ടായിരുന്നു, അത് അച്ചാറിട്ടു, കടുമാങ്ങ ഇട്ടു. പിന്നെ കുറച്ചാണെങ്കിൽ വെള്ളയ്ക്ക് കാന്താരി വിനാഗിരി ഉപ്പ്